Download now. CC Learning app. Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. നമ്മുടെ സെറ്റ് എക്സാമിങ് എത്തി. ഓഗസ്റ്റ് 2-ാം തീയതിയാണ് സെറ്റ് എക്സാമിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ മുന്നിലുള്ളത് ഏകദേശം 75 പ്രൊഡക്റ്റീവ് ഡേയ്സ്. നമുക്ക് 80 ദിവസം എന്നൊക്കെ ഉണ്ടെന്ന് പറയാമെങ്കിലും ആ പ്രൊഡക്റ്റീവ് ഡേയ്സിന്റെ കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 75 ദിവസം കൂട്ടാം. 75 ദിവസം എന്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒരു സെറ്റ് ക്വാളിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ത്രൂ ഔട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ 75 ഡേ പ്ലാൻ ആണ്. നമുക്ക് അറിയാം സെറ്റിന് 2 പേപ്പർ ഉണ്ട്, ജനറൽ പേപ്പർ ഉണ്ട്, അതുപോലെ തന്നെ സബ്ജക്ട് പേപ്പർ ഉണ്ട്. ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ജനറൽ പേപ്പർ ആണ്. സബ്ജക്ട് പേപ്പർ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം, ഒരു സ്റ്റഡി പ്ലാൻ വേണം. നമ്മുടെ സബ്ജക്ട് എന്താണോ അതിനനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ വേണം. സോ ഈ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമുക്കറിയാം ജനറൽ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 40% മാർക്ക് വേണം എന്ന് പറയുമ്പോഴും അഗ്രഗേറ്റിലേക്ക് എത്താൻ, അതായത് നമുക്ക് സബ്ജക്റ്റിലും ജനറൽ പേപ്പറിലും ഒക്കെ നമ്മുടെ പെർസെൻറ്റേജ് ഉണ്ടെങ്കിലും ആ ഒരു അഗ്രഗേറ്റ് പെർസെൻറ്റേജിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ജനറൽ പേപ്പർ തന്നെയാണ്. പ്രത്യേകിച്ച് ചില വിഷയങ്ങളിൽ, ഇപ്പം മാത്സ് പോലുള്ള വിഷയങ്ങളിൽ സമയം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അതുപോലെ ഓരോ വിഷയങ്ങളിലും നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ പേപ്പർ കൃത്യമായിട്ടൊരു സ്റ്റഡി സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ ജനറൽ പേപ്പറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏകദേശം മൊഡ്യൂൾ 1, 2, 3 GK പോർഷൻസ് ആണ്. മൊഡ്യൂൾ 4, 5, 6 എന്ന് പറയുന്നത് BEd റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. നമ്മുടെ ഫിലോസഫിയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. എങ്ങനെ നമുക്ക് ഇതിനെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാം? അപ്പൊ നമ്മൾ ഓരോ ദിവസവും പഠിക്കാൻ എടുക്കുന്ന ഭാഗത്തിൽ ഇപ്പൊ ചില കുട്ടികൾ ചെയ്യുന്നൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ 1-ൽ നിന്ന് തുടങ്ങും, എന്നിട്ട് 1 തീർത്ത് 2 തീർത്ത്, അല്ലെങ്കിൽ 4-ൽ നിന്ന് തുടങ്ങി 4 തീർത്ത് 5 തീർത്ത്, അങ്ങനെ പോകരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 4, 5, 6-ൽ നിന്നും നമുക്ക് 60 മാർക്ക് കിട്ടും. അതോടൊപ്പം തന്നെ 1, 2, 3-ൽ നിന്നും നമുക്ക് 60 മാർക്ക് കിട്ടും. അങ്ങനെ ടോട്ടൽ 120 മാർക്ക്. ഈ 120 മാർക്കിലേക്കാണ് നമ്മൾ എത്താൻ നോക്കേണ്ടത്, അല്ലെ? അപ്പോൾ നമുക്ക് 4, 5, 6 ഇൻക്ലൂഡ് ചെയ്യുന്നത് പോലെ തന്നെ 1, 2, 3 നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പൊ 4, 5, 6-ന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ BEd ചെയ്യാതെ നമുക്കറിയാം കുറച്ച് പേർക്ക് സെറ്റ് എഴുതാവുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ 4, 5, 6 എന്ന് പറയുന്നത്, മൊഡ്യൂൾ 4, 5, 6 എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള എംഫസിസോട് കൂടി തന്നെ പഠിക്കേണ്ട ഭാഗങ്ങളാണ്. ഇപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളിത് ഞങ്ങളുടെ ഇൻഹൗസ് ക്ലാസ്സസിൽ ഫോളോ ചെയ്യാൻ പോകുന്ന 75 ഡേ ജനറൽ പേപ്പർ ടൈം ടേബിൾ ആണ്. അപ്പം ഇതിനകത്ത് നമുക്ക് എഡ്യൂക്കേഷൻ ഫിലോസഫി ആ ഒരു ഭാഗത്തുള്ള ടോപ്പിക് നിർബന്ധമായിട്ടും ഉണ്ടാവും. അതായത് മൊഡ്യൂൾ 4 എന്നുള്ള ടോപ്പിക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ മൊഡ്യൂൾ 1-ലെ ടോപ്പിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മൊഡ്യൂൾ 1, 2, 3-ലെ GK പോർഷൻസിന്റെ ടോപ്പിക്സ് കൺസിഡർ ചെയ്യുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് കൺസിഡർ ചെയ്യണം, അല്ലെ? ഇപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അതിനകത്തൊരു വിഷയമാണ്. പക്ഷെ ഇംഗ്ലീഷിൽ നമുക്കറിയാം ഏകദേശം എത്ര മാർക്ക് ഉണ്ട്, നമ്മൾ അവിടെ എത്ര സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും ഞാൻ പറയില്ല ഇംഗ്ലീഷിലേക്ക് നിങ്ങൾ 9 മണിക്കൂർ സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയില്ല. ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്ന ഒരു അധ്യാപികയാണ്. നമുക്കറിയാം ഇംഗ്ലീഷിൽ നിന്ന് അവിടെ കിട്ടുന്നത് 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കായിരിക്കും. ഇതേപോലെയാണ് ഓരോ വിഷയവും അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി തന്നെ പഠിക്കണം. ആ 4-5 മാർക്ക് പ്രധാനപ്പെട്ട മാർക്ക് തന്നെയാണ്. എന്നാൽ പോലും ഓരോ വിഷയവും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യത്തോടു കൂടി പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ BEd റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കും അതോടൊപ്പം തന്നെ ജനറൽ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ GK റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ GKയുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി വെറുതെ ക്വസ്റ്റ്യൻസ് അല്ല, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം കേറ്ററ്റ് പോലെ അല്ല സെറ്റ്, അല്ലെ? കേറ്ററ്റിലേക്ക് വരുമ്പോൾ നമുക്കവിടെ GKയോ ജനറൽ പേപ്പറോ ഒന്നുമില്ല. സെറ്റിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഉണ്ട്. സോ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജി നമ്മൾ സെറ്റിൽ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സെറ്റ് ക്രാക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ട് എങ്കിൽ ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ 6 ദിവസം കൃത്യമായിട്ട് മൊഡ്യൂൾ 4, 5, 6-ൽ നിന്നൊരു ടോപ്പിക്ക്, അതോടൊപ്പം തന്നെ നമ്മുടെ GKയിൽ നിന്നും കുറച്ച് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യും. 6 ദിവസം കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം നമുക്കൊരു റിവിഷൻ ഡേ ആണ്. ഈ റിവിഷൻ ഡേ എന്ന് പറയുന്നത് ഈ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനും, എന്തെങ്കിലും ടോപ്പിക്ക് നമ്മൾ വിട്ടുപോയാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യന്മാരാണ്, നമ്മളെല്ലാവരും പല രീതിയിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ നമുക്കൊക്കെ ചില ദിവസങ്ങളിൽ വിട്ടുപോവാം. അങ്ങനെയുള്ള പോകുന്ന ദിവസങ്ങളിലെ ടോപ്പിക്സ് മേക്കപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഡേ 6 കിടക്കുന്നത്. ഇനി ഡേ 7-ലോട്ട് പോകുമ്പോൾ നമ്മൾ ഡേ 7 റിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേ 8-ലോട്ട് പോകുമ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു ഷെഡ്യൂള് ഫോളോ ചെയ്യും. അതോടൊപ്പം തന്നെ പഴയ ടോപ്പിക്സ് നമ്മൾ റിവൈസ് ചെയ്യണം. പ്രയോറിറ്റി അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മളുടെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ,
അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ വെറുതെ ഒരു ടൈം ടേബിൾ ഓരോ മോഡ്യൂൾ വെച്ച് തീർക്കുക എന്നൊരു സ്ട്രാറ്റജിയിൽ നിന്ന് മാറി നിങ്ങളുടെ ടൈം ടേബിളിൽ കൃത്യമായിട്ട് ജനറൽ പേപ്പറിൽ നിന്ന് നമ്മുടെ BEd റിലേറ്റഡ് ടോപ്പിക്സും അതോടൊപ്പം തന്നെ GK റിലേറ്റഡ് ടോപ്പിക്സും അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സും. ഇപ്പം ഞങ്ങൾ എടുക്കുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുക, ഇംഗ്ലീഷിൽ വൊക്കാബുലറി സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. അതൊന്നും നമുക്കൊരു ടൈം ടേബിളിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അല്ലേ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കൃത്യമായിട്ടുള്ള പഠന സ്ട്രാറ്റജിയോട് കൂടി നമുക്ക് വരുന്ന 75 ദിവസത്തിൽ സെറ്റ് ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാം. ഇനി സെറ്റ് ക്രാക്ക് ചെയ്താൽ നമുക്കറിയാം NVHSC നോട്ടിഫിക്കേഷനൊക്കെ വരാനിരിക്കുന്ന സാഹചര്യമാണ്. തീർച്ചയായിട്ടും സെറ്റ് നമ്മൾ ക്രാക്ക് ചെയ്യേണ്ടതാണ്. നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് വരിക. NCA വിജ്ഞാപനങ്ങളും ഒക്കെ വരും. HSSCക്ക് മുൻപ് ഇനി ഒരുപാട് സമയമുണ്ടെന്നൊന്നും ചിന്തിക്കേണ്ട. HSSCക്ക് മുമ്പ് നിങ്ങൾക്ക് കൂടി പോയാൽ കിട്ടുന്നത് 2 or 3 സെറ്റ് എക്സാമാണ്. സെറ്റ് എക്സാമിൻ്റെ സിലബസും അതിൻ്റെ ഡെപ്തും നമുക്കറിയാം. അപ്പോൾ ഈ 2-3 അറ്റംപ്റ്റ് മാത്രമേ ഉള്ളൂ എന്ന ചിന്തയോടുകൂടി ഓരോ അറ്റംപ്റ്റിനെയും അതിൻ്റെ സീരിയസ്നെസ്സോട് കൂടി കണ്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം ബാച്ച് സെറ്റ് എക്സാമിൻ്റെ 75 ഡേ എക്സ്ക്ലൂസീവ് എക്സാം ഫോക്കസ്ഡ് ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നന്നായിട്ട് പഠിക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. സോ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമ്മളിവിടെ ലൈവ് സെഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇങ്ങ് പോന്നോളുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.